നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ എങ്ങനെയാ കവർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഓരോ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക ചെയ്യുക. ഓക്കെ, പിന്നെ ആയിട്ടുള്ള അത് കൂടാതെ റീസെന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അതായത് ഡീറ്റെയിൽ ആയിട്ട് ഏപ്രിൽ മെയ് ജൂൺ. ഓക്കെ, ഈ 3 മാസത്തെയും സെപ്പറേറ്റ് നമ്മൾ എന്താകും ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതായത് അതിന്റെ സമ്മറി ഉണ്ടാവുമല്ലോ. നമുക്ക് എല്ലാ മാസത്തെയും സമ്മറി നോക്കിയാൽ നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമ്മൾ അതിന്റെ നിൽക്കൂല. അപ്പൊ നമ്മൾ ഇത് എന്താകും, ഈ 3 മാസം നമ്മൾ എന്താക്കുന്നത്, നമ്മൾ കംപ്ലീറ്റ് സെപ്പറേറ്റ് ആയി നോക്കുന്നത്. അത് കൂടാതെ ഇതിന്റെ കൂട്ടത്തിൽ ഓരോ സബ് ടോപ്പിക് ആയിട്ട് തരും. അതെന്താ കൃത്യമായിട്ട് പഠിച്ചു വരും. അതെന്നാണ് ചോദ്യം വരിക, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചത് അതൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡെയിലി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുക കറണ്ട് അഫയേഴ്സ്. അതിന് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട എന്താണ് മന്ത്രിസഭ, അതുപോലെ മന്ത്രിമാരെ ഏതൊക്കെയാ എന്നാണ് നോക്കുന്നത്. എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മുഖ്യമന്ത്രി എടുക്കാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ. ഓക്കെ, UDF സഖ്യം എത്ര സീറ്റാണ് നേടിയത്? 102. ഇതൊക്കെ ജനറൽ ഇൻഫർമേഷനാണ്, ഇതൊന്നും ചോദിക്കൂല, എന്നാലും ജസ്റ്റ് പറഞ്ഞു പോകണം. ഓക്കെ, അതുപോലെ BJPക്ക് 3 സീറ്റ്, LDFന് 35 സീറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് എത്ര വർഷത്തിന് ശേഷമാണ് അധികാരം, അതൊന്നും വേണ്ട. ഓക്കെ, ശരാശരി. പിന്നെ ഓക്കെ, അപ്പൊ ഈ പേജിൽ ഒന്നുമില്ല. നമുക്കിനി ഇത് നോക്കാം, എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതാണ് ഒരു പോയിന്റ്. എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് പിന്നെ നമ്മുടെ VD സതീശൻ. ഓക്കെ, എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. ഓക്കെ, പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന എത്രാമത്തെ വ്യക്തിയാണ് VD സതീശൻ? ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം മുഖ്യമന്ത്രിയായിട്ടാണ് ഈ വ്യത്യാസം. ഓക്കെ, വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം 13ാമത്തെ വ്യക്തിയാണ് കേട്ടോ. എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? 24ാമത്തെ മുഖ്യമന്ത്രി. ഓക്കെ, പിന്നെ കേരള നിയമസഭയില് മന്ത്രിസഭ എത്രാമത് കേരള നിയമസഭയിലാണ് രൂപീകരിക്കപ്പെട്ടത്? 16ാമത് കേരള നിയമസഭയാണ്. ഇത് മൂന്നും പഠിക്കണ്ട, ഇത് മനസ്സിലാക്കേണ്ടത് 24ാമത്തെ മുഖ്യമന്ത്രി, 13ാമത്തെ വ്യക്തി, ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, സതീശന്റെ മണ്ഡലം പറവൂരാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. VD സതീശന്റെ മണ്ഡലം പറവൂരാണ്. ഓക്കെ, പിന്നെ 2001 അദ്ദേഹം എന്താണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും എന്താക്കുക, നോട്ട് ചെയ്യുക. ചിലപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ അങ്ങനെ തുടർച്ചയായി അദ്ദേഹം 6ാം തവണ പറവൂർ മണ്ഡലത്തിൽ നിന്ന് എന്തായി നിയമസഭയിലെത്തി. അതൊക്കെ ഇതവിടെ പറയുന്നുണ്ട്. ആദം നീ എവിടെയാവുന്നു? അത് രചിച്ച കേരളീയ രാഷ്ട്രീയ നേതാവാണ് VD സതീശൻ. ആദം നീ എവിടെയാവുന്നു, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഈ എക്സാമിനോ വരാവുന്ന എക്സാമിനോ ചോദിക്കാം. ആദം നീ എവിടെയാവുന്നു എന്ന പുസ്തകം രചിച്ച പ്രമുഖ കേരളീയ രാഷ്ട്രീയ നേതാവ് VD സതീശൻ. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വടശ്ശേരി ദാമോദരൻ സതീശൻ. പിന്നെ 2006 അദ്ദേഹം എന്താണ് ചീഫ് വിപ്പ് ആയിരുന്നു കേട്ടോ. 2006 അദ്ദേഹം ചീഫ് വിപ്പ് ആയിരുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമായിട്ടോ വായിക്കുന്നുള്ളൂ, നമ്മളെല്ലാം വായിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇതിൽ തന്നെ ഏറ്റവും ഒന്നും കൂടി നമുക്ക് പറയാം. 24ാമത്തെ മുഖ്യമന്ത്രി, 13ാമത്തെ വ്യക്തി, പറവൂരിൽ നിന്ന് ജയിച്ചു. ഓക്കെ, 2001 അദ്ദേഹം പിന്നെ ആദ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് പറവൂരിൽ നിന്ന്. പിന്നെ 6 വട്ടം അദ്ദേഹം എന്തായി, തുടർച്ചയായി 6 തവണ എന്തായിട്ടുണ്ട് നിയമസഭാ മണ്ഡലത്തിൽ നിയമസഭാ അംഗമായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം ആദം നീ എവിടെയാവുന്നു, പൂർണ്ണനാമം വടശ്ശേരി ദാമോദരൻ സതീശൻ. ഓക്കെ, അദ്ദേഹം 2006 ചീഫ് വിപ്പ് ആയിരുന്നു. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റിൽ വരാം, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, പ്രതിപക്ഷ നേതാവ് ആരാണ്? നമ്മുടെ പിണറായി വിജയനാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കണ്ണൂർ ധർമ്മടം. ഉം. പിന്നെ മൊത്തം എത്ര മന്ത്രിമാര്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 21 മന്ത്രിമാര്.
21 മന്ത്രിമാര്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അദ്ദേഹത്തിന്റെ വകുപ്പുകളാണ്. ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഇതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് വി ഡി സതീശൻ തന്നെയാണ് കേട്ടോ. ഓക്കെ. ഓക്കെ, പിന്നെ തുറമുഖം, നിയമം, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊതുഭരണം. അപ്പോൾ പൊതുഭരണം, അതുപോലെ തുറമുഖം, നിയമം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദുരന്ത നിവാരണം, ഇതൊക്കെ ആരുടെ വകുപ്പാണ്? വി ഡി നമ്മുടെ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. ഓക്കെ. ലോട്ടറി. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഏതാണ്? ഒന്ന് പൊതുഭരണം, രണ്ടാമത് ശാസ്ത്ര സാങ്കേതിക വിദ്യ, ദുരന്ത നിവാരണം, ധനകാര്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ധനകാര്യമാണ് കേട്ടോ. ധനകാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? പിന്നെ എന്താ പറയാ, മെട്രോ റെയിൽ, പിന്നെ ഇങ്ങനെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, വായിച്ചു നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ധനകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ദുരന്ത നിവാരണം, പൊതുഭരണം, ഇവയൊക്കെയാണ് കേട്ടോ. ഓക്കെ. ഇനി നമ്മളല്ലാതെ നമ്മൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ അങ്ങനെ പഠിച്ചു പോകരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ബിക്കോസ് എല്ലാ എക്സാംസും എന്താണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ. ഇനി അടുത്തത് രമേശ് ചെന്നിത്തല. ഫസ്റ്റത്തെ രമേശ് ചെന്നിത്തല, അദ്ദേഹം എവിടുന്നാണ്? ഹരിപ്പാട് നിന്നാണ് കേട്ടോ. ഹരിപ്പാടാണ് രമേശ് ചെന്നിത്തല. ഓക്കെ. ഏതൊക്കെയാണ്? ഒന്ന് ആഭ്യന്തരം, വിജിലൻസ്, അഗ്നി ശമന അഗ്നിശമന സേന, ഓക്കെ, ജയില്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആഭ്യന്തരവും വിജിലൻസും കേട്ടോ. ഇത് രണ്ടുപേരാണ് രമേശ് ചെന്നിത്തല. ഓക്കെ. പിന്നെ സണ്ണി ജോസഫ്. ഓക്കെ. വൈദ്യുതി, പരിസ്ഥിതി, ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുക, കോഡ് ഉണ്ടാക്കി വെക്കുക കേട്ടോ. കോഡ് ഉണ്ടാക്കി ചെയ്യുക കേട്ടോ. മറ്റൊരാൾ ഉണ്ടാക്കി കോഡ് വെക്കുന്നതിനെക്കാട്ടി നിങ്ങൾ സ്വയം കോഡ് വെക്കുക. ഓക്കെ. സണ്ണി ജോസഫ് വൈദ്യുതി കേട്ടോ. വൈദ്യുതി ആരാണ്? സണ്ണി ജോസഫ്. പരിസ്ഥിതി മന്ത്രി ആരാണ് കേരളത്തിന്റെ? അത് സണ്ണി ജോസഫ് ആണ്. ഓക്കെ. പാർലമെന്ററി കാര്യം സണ്ണി ജോസഫ്. അതിനായിട്ട് സണ്ണി ജോസഫ്. ഇമ്പോർട്ടന്റ് ഏതാണ്? വൈദ്യുതിയും പരിസ്ഥിതി. ഓക്കെ. അടുത്ത കെ മുരളീധരൻ. ആരോഗ്യം, വെരി ഇമ്പോർട്ടന്റ്. ആരോഗ്യമാണ്. മെഡിക്കലുമായി ബന്ധപ്പെട്ട ആളാണ്. ആയുഷിന്റെ ഒക്കെ ചിലപ്പോൾ എടുത്ത് ചോദിക്കാം കേട്ടോ. ആയുഷ്. പിന്നെ ഭക്ഷ്യസുരക്ഷ ദേവസ്വം, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഭക്ഷ്യസുരക്ഷ ദേവസ്വം. ഓക്കെ. അപ്പോ ഭക്ഷ്യസുരക്ഷ ആരാണ്? മുരളീധരനാണ്. ആരോഗ്യമാരാണ്? മുരളീധരൻ. ഓക്കെ. അടുത്ത പി സി വിഷ്ണുനാഥ്, കൊല്ലത്ത് നിന്ന്, കുണ്ടറ. ഓക്കെ. പി സി വിഷ്ണുനാഥ്. ഓക്കെ. അദ്ദേഹം വിനോദസഞ്ചാരം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, അങ്ങനെ തുടങ്ങി. സംസ്കാരം, വിനോദം, സംസ്കാരം. ഓക്കെ. വിനോദം, സാംസ്കാരികം, ഇത് രണ്ടും ആരാണ്? ഈ പി സി വിശ്വനാഥാണ്. പിന്നെ എ പി അനിൽകുമാർ, അദ്ദേഹം റവന്യൂ മന്ത്രിയാണ്. ഭൂപരിഷ്കരണം, ഇതൊക്കെ ആരാണ്? എ പി അനിൽകുമാറാണ്. സണ്ണി ജോസഫ് വൈദ്യുതി, രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, പരിസ്ഥിതി പാർലമെന്ററി കാര്യം, പരിസ്ഥിതി സണ്ണി ജോസഫ്, മുരളീധരൻ ആരോഗ്യം, ആയുഷ്. ഓക്കെ. പി സി വിഷ്ണുനാഥ് വിനോദ സഞ്ചാരം, സാംസ്കാരികം. ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. വിനോദസഞ്ചാരം എന്താണ്? സാംസ്കാരികം. പിന്നെ അനിൽകുമാർ റവന്യൂ മന്ത്രി, ഭൂപരിഷ്കരണം, അതായത് ലാൻഡുമായി ബന്ധപ്പെട്ട അനിൽകുമാർ. സിദ്ദീഖ് കൽപ്പറ്റയിൽ നിന്നും എന്താണ്? കൃഷി, മണ്ണ് പര്യവേഷണവും മണ്ണ് സംരക്ഷണവും, കേരള കാർഷിക സർവകലാശാല, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ. അപ്പൊ കൃഷി മന്ത്രിയാണ് ആര്? ടി സിദ്ദീഖ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൽപ്പറ്റയിൽ നിന്ന് മത്സരിച്ച ടി സിദ്ദീഖ് ആരാണ്? കൃഷി മന്ത്രിയാണ്. ഇനി ബിന്ദു കൃഷ്ണ. ഓക്കെ. അപ്പോൾ ഒരു ലേഡിയായ, മന്ത്രിസഭയിൽ ഒരു ലേഡിയായ, ഓക്കെ, അത് ഓർക്കുക. ബിന്ദു കൃഷ്ണ കൊല്ലത്തു നിന്നാണ്. ഏതാണ്? തൊഴിൽ മന്ത്രിയാണ്. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഓക്കെ, ഇതൊക്കെയാണ് ആരാണ്? വെറ്റിനറി. ഇതൊക്കെ തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീര വികസനം, ഇതൊക്കെ ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. മറക്കരുത്, ബിന്ദു കൃഷ്ണ. റെഡി? ഓക്കെ. ഇനി അടുത്തത് തുളസി. ഇത് രണ്ടാമത്തെ മന്ത്രിയാണ്. രണ്ടാമത്തെ മന്ത്രിയാണ് ലേഡി മന്ത്രി. ഓക്കെ. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസനം. ഓക്കെ. പട്ടികജാതി പട്ടിക SC ST ആണ്. തുളസി. ഓക്കെ. കോങ്ങാട്, പാലക്കാട് നിന്നാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതില് തുളസി, പട്ടികജാതി പട്ടികവർഗം,
ബിന്ദു കൃഷ്ണ തൊഴിൽ മന്ത്രി, സിദ്ദീഖ് കൃഷി, അനിൽകുമാർ റവന്യൂ, വിഷ്ണുനാഥ് വിനോദസഞ്ചാരം സാംസ്കാരികം, മുരളീധരൻ ആരോഗ്യം, സണ്ണി ജോസഫ് വൈദ്യുതി, രമേശ് ചെന്നിത്തല ആഭ്യന്തരം അല്ലെങ്കിൽ വിജിലൻസ്. ഓക്കെ, റെഡി. എം ലിജു അടുത്ത എക്സൈസ് സഹകരണ മന്ത്രി. ഒരുപാട് വട്ടം PSC ചോദിച്ചതാണ് സഹകരണം. എം ലിജു ആണ് കേട്ടോ. ഇത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഇത്തരം ഇതൊന്നും എടുക്കുകയാണ്, ഇത്തരം ചോദ്യങ്ങളാണ് വരിക റിപ്പീറ്റേഷൻ ആയിട്ട്. എം ലിജു എക്സൈസ് സഹകരണം. ഓക്കെ, വിജിലൻസ് ആരാണ്? വിജിലൻസ് രമേശ് ചെന്നിത്തല കേട്ടോ. എക്സൈസ് ആരാണ്? എം ലിജു സഹകരണം. അടുത്ത ജിനീഷ്, OJ ജിനീഷ് കായിക മന്ത്രിയാണ്. യുവജനക്ഷേമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. യുവജനക്ഷേമം PSC ചോദിച്ചതാണ്. കായികം OJ ജിനീഷ്. പിന്നെ മ്യൂസിയം. ഓക്കെ, അപ്പൊ കായികവും യുവജനക്ഷേമവും ഓർത്തു വെക്കുക കേട്ടോ. കായികവും യുവജനക്ഷേമവും ഓർത്തു വെക്കുക. പിന്നെ റോജി എം ജോൺ അടുത്ത അങ്കമാലി. കോളേജ് വിദ്യാഭ്യാസമാണ്. ഓക്കെ, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാല, ഇതൊക്കെ ആരാണ്? പ്രവേശന പരീക്ഷ, ഇതൊക്കെ ആരാണ്? റോജി എം ജോൺ ആണ്. റെഡി. എം ആ, അപ്പൊ മുരളീധരൻ ആരാണ്? ആരോഗ്യം മെഡിക്കൽ വിദ്യാഭ്യാസമാണ്. ഓക്കെ, ആരോഗ്യമന്ത്രിയാണ് മുരളീധരൻ. കോളേജ് വിദ്യാഭ്യാസം ആരാണ്? റോജി എം ജോൺ. കോളേജ് വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, അതുപോലെ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ആരാണ്? റോജി എം ജോൺ. കുഞ്ഞാലിക്കുട്ടി വ്യവസായം, എപ്പോഴും അദ്ദേഹം അതന്നെ എടുക്കല്. പിന്നെ IT ട്ടോ, IT വ്യവസായം. ഉം. പിന്നെ AI മന്ത്രി വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ ഇമ്പോർട്ടന്റ്. AI അതാരാണ്? PK കുഞ്ഞാലിക്കുട്ടി. ഓക്കെ, PK കുഞ്ഞാലിക്കുട്ടി ഏതാണ്? AI, അതുപോലെ വ്യവസായവും വാണിജ്യവും പിന്നെ IT യും. ഓക്കെ, റെഡി. ഓക്കെ, ഇനി അടുത്തത് KM ഷാജി. ഓക്കെ, വേങ്ങരയിൽ നിന്നും എടുത്തുകൂട്ട KM ഷാജി. അദ്ദേഹം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി. ഓക്കെ, പിന്നെ കോർപ്പറേഷൻ, നഗരാസൂത്രണം, ഗ്രാമവികസനം, ഇതൊക്കെ PSC ചോദിച്ചതാണ് കേട്ടോ. ഗ്രാമവികസന മന്ത്രി KM ഷാജി. അതുപോലെ കോർപ്പറേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു സഹകരണ മന്ത്രി എം ലിജു. യുവജനക്ഷേമം OJ ജിനീഷ്. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക. എഴുതാൻ അല്ലെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടാലും മതി, എഴുതി സമയം കാണണമെന്നില്ല. ഓക്കെ, അടുത്ത N ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ് കണ്ടോ, അതൊക്കെ ആരാണ്? N ഷംസുദ്ദീനാണ്. അപ്പൊ പൊതുവിദ്യാഭ്യാസമാണ് ആര്? ഷംസുദ്ദീൻ. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ ആരാണ്? ഷംസുദ്ദീൻ. കോളേജ് വിദ്യാഭ്യാസം ആരാണ്? റോജി എം ജോൺ. ക്ലിയർ. പിന്നെ അദ്ദേഹം സാങ്കേതിക വിദ്യാഭ്യാസം. ഏഹ്, കുഞ്ഞാലിക്കുട്ടി പ്രധാനമായിട്ടും IT AI, പിന്നെ വാണിജ്യം വ്യവസായം. ഓക്കെ, ഇനി അടുത്ത് PK ബഷീർ. ഓക്കെ, പൊതുമരാമത്ത്. PK ബഷീർ പൊതുമരാമത്ത് മന്ത്രി. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ V. അബ്ദുൽ ഗഫൂർ ഫിഷറീസ്. അബ്ദുൽ ഗഫൂർ എന്നാണ്. ഫിഷറീസും സാമൂഹ്യ നീതി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സാമൂഹ്യ നീതി അബ്ദുൽ ഗഫൂർ. പിന്നെ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ന്യൂനപക്ഷ ക്ഷേമം ഇമ്പോർട്ടന്റ് ആണ്, ഷംസുദ്ദീൻ. പിന്നെ ഗ്രാമവികസനം, അതുപോലെ നഗരാസൂത്രണം, ഗ്രാമവികസനം KM ഷാജി. പിന്നെ PK കുഞ്ഞാലിക്കുട്ടി AI വിവരസ് IT. പിന്നെ ഇവിടെ കോളേജ് വിദ്യാഭ്യാസം പറഞ്ഞു, റോജി. യുവജനക്ഷേമം ഇത് ഇമ്പോർട്ടന്റ് ആണ്. കായികം യുവജനക്ഷേമം OJ ജനീഷ്. ഓക്കെ, അത് പറയാനാണ് എടുത്തത്. സഹകരണം ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, അബ്ദുൽ ഗഫൂർ ഫിഷറീസും സാമൂഹ്യ നീതി. ഓക്കെ, പിന്നെ മോൻസ് ജോസഫ് ജലസേചനം കേട്ടോ. ഖാഡ. ഓക്കെ, ഭൂഗർഭ ജല വകുപ്പ് നോക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ജലസേചന മന്ത്രി മോൻസ് ജോസഫ്. ഓക്കെ, പിന്നെ ഷിബു ബേബി ജോൺ. ഓക്കെ, വന്യജീവി, ഇതും ചോദിക്കാം. വനം വന്യജീവി സംരക്ഷണം ഷിബു ബേബി ജോൺ. റെഡി. പിന്നെ അനൂപ് ജേക്കബ് ഭക്ഷ്യ. ഇത് പെട്ടെന്ന് കിട്ടുന്നതാണ്. അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്. ഉപഭോക്തൃകാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉപഭോക്തൃകാര്യ മന്ത്രി ആരാണ്? അനൂപ് ജേക്കബ്. ഇത് സെപ്പറേറ്റ് PSCന്റെ സിലബസിലുള്ളതാണ്. ഓക്കെ, അടുത്ത CP ജോൺ തിരുവനന്തപുരത്ത് നിന്നും. റോഡ് ഗതാഗതം. ഓക്കെ, ജലഗതാഗതം, റോഡ് ഗതാഗതം. ഇവിടെ ഫിഷറീസ് ആരാ? അബ്ദുൽ ഗഫൂർ. പൊതുമരാമത്ത് ആരാ? PK ബഷീർ. മോൻസ് ജോസഫ് ഏതാ? ജലസേചനം. കണ്ടോ, ജലസേചനവും അതുപോലെ ജലഗതാഗതവും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ജലഗതാഗതം CP ജോൺ. ജലസേചനം ആരാണ്? ആരാണ്?
ജലഗതാഗതം CP ജോൺ. പിന്നെ ജലസേചനം മോൻസ് ജോസഫ് കേട്ടോ. ഓക്കെ, മോൻസ് ജോസഫ് ആണ് ജലസേചനം. റെഡി. ഇനി നമുക്ക് 16ാമത് സ്പീക്കർ. വളരെ ഇത് ചോദിച്ച് PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാമത് സ്പീക്കർ. ഓക്കെ, റെഡി. ഏത് മണ്ഡലമാണ്? കോട്ടയം കേട്ടോ, നിയമസഭാ മണ്ഡലം. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷാനിമോൾ ഉസ്മാൻ ആണെന്ത് ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പൊ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം വരും അല്ലെ. മന്ത്രിസഭയിൽ എത്ര ലേഡിയാണ്? ആകെ ഒന്ന്, രണ്ട് അല്ലെ. രണ്ടാണ്. ബിന്ദു കൃഷ്ണനും. ബിന്ദു കൃഷ്ണ ഏതാ? തൊഴിൽ മന്ത്രി. ഓക്കെ. പിന്നെ വനിതാ ശിശു വികസനം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോറി, വനിതാ ശിശു വികസനവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ KM തുളസി പട്ടികജാതി പട്ടികവർഗ വകുപ്പ്. ഓക്കെ, രണ്ട് ലേഡിയാണുള്ളത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഷാനിമോൾ ഉസ്മാൻ ആണെന്ത് സ്പീക്കർ. ഷാനിമോൾ ഉസ്മാൻ സ്പീക്കർ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണെന്ത് നമ്മളെ സ്പീക്കർ. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ആണ് കേട്ടോ, ഷാനിമോൾ ഉസ്മാൻ. 4ാമത്തെ. അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. വോട്ടൊന്നും വേണ്ട. പ്രോട്ടേം സ്പീക്കർ G. സുധാകരൻ കേട്ടോ. പ്രോട്ടേം നിയമസഭാംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ ഗവർണർ നിയമിച്ച പ്രോട്ടേം സ്പീക്കർ G. സുധാകരൻ. ജസ്റ്റ് ഓർത്ത് വെക്കുക. ആ ടേം ഓർത്ത് വെക്കുക. ചീഫ് വിപ്പ് ആരാണ് ചോദിക്കാം. അപ്പു ജോൺ കേട്ടോ. അപ്പു ജോൺ ജോസഫ് ആണ് ചീഫ് വിപ്പ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. നിയമസഭയുടെ പുതിയ സെക്രട്ടറി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ ഷാജി CBB. ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. നിയമസഭയുടെ സെക്രട്ടറി ഷാജി, ഡോക്ടർ ഷാജി. ഓക്കെ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര MLA മാര്, വനിതാ MLA മാര് തെരഞ്ഞെടുത്തു? 11 ആൾക്കാർ. എത്ര വനിതാ MLA മാരുണ്ട്? 11 ആൾക്കാർ. പ്രായം കൂടിയ ആള് PK കുഞ്ഞാലിക്കുട്ടിയാണ്. ചരിത്രത്തിൽ തന്നെ ആദ്യമായി നിർമ്മിത AI ഇത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഓക്കെ. പ്രായം കുറഞ്ഞത് ജനീഷാണ്. ഓക്കെ, പ്രായം കുറഞ്ഞത് ജനീഷാണ്. ഏഹ് എത്ര ലേഡി ഉണ്ട്? 2 പേര്. അപ്പൊ ജനീഷിന്റെ ഇതാണ് കണ്ടോ. ജനീഷിന്റെ വകുപ്പ് ഏതൊക്കെയാ? ജനീഷ് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അതാണ് ജനീഷ്. ജനീഷിന്റെ വകുപ്പ് കായികം യുവജനക്ഷേമം. കണ്ടോ, അങ്ങനെയാണ് ആ പേര് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം വാണിജ്യം IT കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മനസ്സിൽ വരണം. പിന്നെ 2 ലേഡിയുടെ ഏതൊക്കെയാണ്? 2 ലേഡി റിലേറ്റ് ചെയ്ത് പഠിക്കുക. 2 ലേഡി. KM തുളസി SC ST. ഓക്കെ. ബിന്ദു കൃഷ്ണ തൊഴിൽ. വനിതാ ശിശു വികസനം ചോദിക്കാവുന്നതാണ്. ഓക്കെ, ചോദിച്ചതാണ് വനിതാ ശിശു വികസനം. മൃഗസംരക്ഷണം തൊഴിൽ മന്ത്രിയാണ് ബിന്ദു കൃഷ്ണ. KM തുളസി എന്താണ്? SC ST ആണ്. ഓക്കെ. പിന്നെ ലിജു എന്താണ്? സാധാരണ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഡെയിലി നോക്കേണ്ട സാധനമാണ് കേട്ടോ. അല്ലെങ്കിൽ ഒന്നും നമ്മൾ മനസ്സിൽ വെക്കൂല, കൺഫ്യൂഷൻ ആവും. എന്തും ചോദിക്കാം. ഉപഭോക്തൃ കാര്യം അനൂപ് ജേക്കബ്. ഓക്കെ. ജലഗതാഗതം CP ജോൺ. ജലസേചനം മോൻസ് ജോസഫ്. കണ്ടോ, അങ്ങനെ അങ്ങനെ പഠിക്കണം. ഷാനിമോൾ ഉസ്മാന് പറഞ്ഞു. പ്രോട്ടൈം സ്പീക്കർ സുധാകരൻ അമ്പലപ്പുഴ.
അപ്പു ബേബി ജോൺ ആണ് ചീഫ് വിപ്പ്. പുതിയ സെക്രട്ടറി ഷാജി സി ബേബി. എത്ര വനിതാ അംഗങ്ങൾ? 11. പി കെ കുഞ്ഞാലിക്കുട്ടി പ്രായം കൂടിയത്. ഇതൊന്നും അങ്ങനെ ചോദിച്ചത് കണ്ടിട്ടില്ല. ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ പറയും. ഓക്കെ. AI വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. AI. പുതിയ കേരള മന്ത്രിസഭയിൽ SC ST വിഭാഗത്തിൽ നിന്നും എത്ര മന്ത്രിമാർ? 2 പേര്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത്ര മതി കേട്ടോ. അത്ര പഠിച്ചാൽ മതി. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ എന്താക്കുക നോക്കുക. ഏഹ് ഇതിൽ നിന്ന് മന്ത്രിമാർ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ജൂണത്തെ ഒരു CA ഒരു 10 പേജ് നമ്മൾ എന്താക്കുന്നു ജസ്റ്റ് നോക്കുന്നത്. എല്ലാത്തിൻ്റെയും നോക്കുന്നില്ല. വെറും ജൂണ്, അതുപോലെ ഏപ്രിൽ, മെയ് ജൂൺ ഈ 3 മാസത്തെ CA ആണ് നമ്മൾ ഇങ്ങനെ CA എന്ത് നോക്കുള്ളൂ, ഡീറ്റെയിൽസ് നമ്മൾ നോക്കൂലൂ. എല്ലാം നോക്കൂല. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടി നിങ്ങളെ തലയിൽ കൊള്ളൂല. പിന്നെ നമ്മൾ എന്താവും ഓരോ സെപ്പറേറ്റ് ടോപ്പിക്ക് ഇപ്പൊ ഇന്ന് മന്ത്രിസഭ പറഞ്ഞു, അങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതെന്താണ്, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം കൂടി നമ്മളെ ഓർമ്മയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. അത് ഇതായിട്ട് പഠിക്കുക. കേരളത്തിലെ സ്ത്രീകളുടെയും അതായത് സൗജന്യ യാത്ര ഏതാണ്? പ്രിയദർശിനി, എല്ലാവർക്കും അറിയാം. ജൂൺ 15-നാണ് കേട്ടോ. ഡേറ്റ് ഓർത്ത് വെക്കുക. പിന്നെ ഡിജിറ്റൽ സെൻസസ് നടത്തിയല്ലോ, നടത്താനുള്ള നടപടി ഏഹ് ഒരു അതാണ് സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ. അത് ആരംഭിച്ചതും ജൂൺ 16-നാണ് കേട്ടോ. ഓക്കെ. പിന്നെ പേര് കേരളം എന്നാക്കി മാറ്റി. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഏഹ് എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അത് വന്നോ വരാം, എവിടുന്ന് എടുത്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു സെൽഫ് ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമുക്കൊന്ന് സെൽഫ് കോൺഫിഡൻസ് വേണം. പിന്നെ നമുക്കൊരു വിശ്വാസമാണ് നമ്മൾ പഠിക്കുന്നത് വരും. അല്ല നമുക്ക് ഒന്നിലും വിശ്വാസം ഇല്ലാതെ ചെയ്യരുത്, എല്ലാത്തിലും വിശ്വാസം ഇട്ട് എല്ലാം എടുത്ത് പഠിക്കുകയും ചെയ്യരുത്. നമ്മൾ സെലക്റ്റീവായി പഠിക്കുന്നത് വരും എന്നുള്ള പ്രതീക്ഷയിൽ പഠിച്ചോളാം. അപ്പൊ എന്താ ഗുണം? അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാല് നമുക്ക് എന്താവും, വന്നാ നമ്മൾ രക്ഷപ്പെട്ടു, വന്നിട്ടില്ലെങ്കിൽ എന്തായി പോവുകയും ചെയ്തു. ഓക്കെ. ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ വരും എന്നുള്ള പ്രതീക്ഷയിൽ പഠിക്കുക. അത് കുറച്ച് വളരെ സെലക്റ്റീവായി നല്ലോണം പഠിക്കുക കേട്ടോ. അല്ലാതെ ഞാൻ ഇന്നു മുതലാ ജൂൺ എടുത്ത്, ജൂലൈ എടുത്ത്, ഓഗസ്റ്റ് എടുത്ത്, അല്ലെങ്കിൽ പിന്നെ 2026-25 മുതൽ ഇങ്ങോട്ട് ഈ 3 മാസം എടുത്ത് പഠിക്കുക. അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. ടൈം ഉണ്ട്, എന്നാൽ കൂടി എനിക്കാട്ടി നല്ലത് ഞാൻ നിങ്ങൾക്ക് എന്താ തരും, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഏകദേശം 100 ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് തരും. ഡോൺ വറി. ഏകദേശം 100 ടോപ്പിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. അപ്പൊ ആ 100 ടോപ്പിക് എന്താക്കുക, അത് നമ്മൾ ഡെയിലി ഡെയിലി വരും, അത് ഡെയിലി പഠിച്ചു പോവാം. ഇപ്പൊ ഇന്ന് മന്ത്രിമാർ പഠിക്കുക, ഇന്നെന്താക്കുക ഇതിന്റെ ഒരു 10 പേജ് പഠിക്കുക. ഇത് എന്തുകൊണ്ടാണ് പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ 2-3 മാസത്തെ സംഭവം മിസ്സായിരുന്നു വിചാരിച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്. ഓക്കെ. എൻ്റെ അടുത്ത് അതിന്റെ കവറപ്പില്ല. അതായത് കുറച്ച് ലേറ്റസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താത്തതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ എൻ്റെ കയ്യിലുള്ളതിനോട് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 മാസത്തെ മാത്രം എടുത്തിരുന്നത്. ഓക്കെ. റെഡി? അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെ പറഞ്ഞു തരും. അപ്പോൾ 2026 ജൂൺ 15 പ്രിയദർശിനി. പിന്നെ ഏതാണ് സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 16. എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് സെൻസസുമായി ബന്ധപ്പെട്ടത്. ഓക്കെ. പിന്നെ കേരള എന്ന ഒരു വേർഡ്. ഓക്കെ. പിന്നെ അയ്യങ്കാളി 85-ാമത്തെ ചരമവാർഷികം. അപ്പൊ അദ്ദേഹം ജനിച്ചത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 1863 ഓഗസ്റ്റ് 28. ഇത് PSC ചോദിക്കാം. വെങ്ങാനൂർ. ഇത് നവോത്ഥാനം ടോപ്പിക്കിൽ വരുന്നതാണ്. ചിലപ്പോൾ ചോദിക്കാം. 1863 ഓഗസ്റ്റ് 28-ആണ്. മരണം 1941 ജൂൺ 18-നാണ്. പിന്നെ കുട്ടനാടൻ താറാവിറച്ചി ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതിനായി കുടുംബശ്രീ. ഇത് കുടുംബശ്രീന്റെ പദ്ധതി ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. കുടുംബശ്രീ പദ്ധതിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചീരു, താറാവിറച്ചി ചീരു കേട്ടോ. ഓക്കെ. പിന്നെ പൈതൃക പട്ടിക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രദേശം, കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച പ്രദേശം കുട്ടനാട്. പിന്നെ പുതിയ പച്ചമുളക്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? തേജസ്വിനി, KAU തേജസ്വിനി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതാ വെർച്വൽ ഓട്ടോപ്സി നടപ്പാക്കാൻ അതായത് കേരളത്തിൽ ആദ്യമായി മൃതദേഹം കീറി മുറിക്കാതെയുള്ള വെർച്വൽ ഓട്ടോപ്സി. ഇത് ചിലപ്പം ചോദിക്കാവുന്നതാണ്. പോസ്റ്റ്മോർട്ടം നടപ്പാക്കാൻ ഒരുങ്ങുന്ന ആദ്യ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് കേട്ടോ. വെർച്വൽ ഓട്ടോപ്സി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കണ്ടോ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ
വായിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക കേട്ടോ. ഓക്കെ. പിന്നെ പകൽ ലഭിക്കുന്ന സോളാർ വൈദ്യുതി സംഭരിക്കുന്നതിനുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് ബെസ്റ്റ് ബാറ്ററി എനർജി സ്റ്റോറേജ് ബെസ്റ്റ് പദ്ധതി ആരംഭിക്കാൻ കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി അനുമതി നൽകിയത് ബ്രഹ്മപുരത്താണ്. ഓക്കെ. അടുത്തത് വനം വകുപ്പിന്റെ നിർദ്ദേശനം വനമേഖലയോട് ചേർന്ന സ്ഥലങ്ങളിലെ വായു ഗുണനിലവാരം സംബന്ധിച്ച നാഷണൽ സേഫ്റ്റി കൗൺസിൽ ചാപ്റ്റർ നടത്തിയ പഠനത്തിൽ ശുദ്ധവായു സൂചികയിൽ ഒന്നാമത് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഓക്കെ, എറണാകുളത്തുള്ള തട്ടേക്കാടിലാണ് ശുദ്ധവായു സൂചികയിൽ ഒന്നാമത്. പിന്നെ വിത്ത് പദ്ധതി 6-13 ഇടയിലുള്ള പ്രായമുള്ള കുട്ടികൾക്കായി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വിത്ത്. അത് എവിടെയാണ് തുടങ്ങിയത്? പത്തനംതിട്ട. വിത്ത് പദ്ധതി എന്നാണ്. ഏത് പദ്ധതി കണ്ടാലും ഒന്ന് വായിച്ച് നോക്കുക ട്ടോ. കൂടെ എന്നാണ് അതിന്റെ അർത്ഥം? ഒരുമിച്ച് പഠിക്കും, ഒരുമിച്ച് വളരും. അപ്പൊ വിത്ത് പദ്ധതി എന്താണ്? 6-13 ഇടയ്ക്കുള്ള ജൂനൈൽ, ഓക്കെ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. കേരള സംസ്ഥാന ബജറ്റിന്റെ ജെ.സി. ഡാനിയൽ അന്താരാഷ്ട്ര ഫിലിം സിറ്റി സ്ഥാപിക്കാൻ അനുവദിച്ച സ്ഥലം എവിടെയാണ്? കൊച്ചിയാണ്. ഓക്കെ. കുടുംബശ്രീ മാതൃകയിൽ യുവാക്കൾക്കായി കേരള സർക്കാർ ആരംഭിക്കുന്ന പുതിയ സംരംഭം യുവശ്രീ. കുടുംബശ്രീ യുവാക്കൾക്കായിട്ടുള്ള യുവശ്രീ. ഓക്കെ. ആശ്വാസ് 2026 സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ. ഇതെന്താ? എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് പറയും. വായ്പ എടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസമായി കേരള സർക്കാർ നടത്തുന്ന ഒറ്റ തീർപ്പാക്കൽ പദ്ധതിയാണ് ആശ്വാസ് 2026. പിന്നെ വന്യമൃഗശല്യം. ഓക്കെ, വന്യമൃഗ ശല്യം ഇത് പരിസ്ഥിതിയായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ നിന്നാണ്. നവകിരണം പദ്ധതി ട്ടോ. വന്യമൃഗ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് കാർഷിക മേഖല ഉപേക്ഷിക്കേണ്ടി വരുന്ന കർഷകരെ പുനരധിവസിപ്പിക്കുന്നതിനായി വനംവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി നവകിരണം പദ്ധതി. ഓക്കെ. പിന്നെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും കേരള സംസ്ഥാന ആരോഗ്യവും നടപ്പാക്കുന്ന അതായത് അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് സൗജന്യ കൗൺസിലിംഗ് പിന്തുണ നൽകുന്ന പദ്ധതി ഭൂമിക ട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അതിക്രമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി അതിക്രമം ഭൂമിക. ആരൊക്കെയാണ്? റൂറൽ ഹെൽത്തും സംസ്ഥാന ആരോഗ്യ മിഷനും, ഓക്കെ, വകുപ്പും. പോക്സോ കേസുകൾ അത് തടയാൻ വേണ്ടിയിട്ട് മകൾക്കൊപ്പം ട്ടോ. പോക്സോ കേസ് തടയാൻ വേണ്ടി മകൾക്കൊപ്പം ആണ്. പിന്നെ കേരള ബജറ്റിൽ സർക്കാർ സ്കൂളിലെ പെൺകുട്ടികൾക്കായി ആവിഷ്കരിച്ച പുതിയ ആർത്തവ പദ്ധതി മെൻസ്ട്രൽ ഹൈജീൻ ഇനീഷ്യേറ്റീവ് ഫോർ എംപവറിംഗ് ഗേൾസ്. ഇത് വരുമോന്ന് അറിയില്ല. ഓക്കെ, ഞാൻ പറയുന്നു മെൻസ്ട്രൽ ഹൈജീൻ ഇനീഷ്യേറ്റീവ് ഫോർ എംപവറിംഗ് ഗേൾസ്. പിന്നെ അടുത്തത് അപൂർവ രോഗങ്ങൾ. ഇത് രോഗവും രോഗകാരികളും ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. അപൂർവ രോഗങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിനായി നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹായത്തോടെ പോർട്ടൽ എന്താണ്? കെയർ ട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചോദിക്കാം, കാരണം ടോപ്പിക്കിൽ പെട്ടതാണ്. ആദ്യമായി സിലബസ് പെട്ടതായതുകൊണ്ടാണ് പറയുന്നത്. ആദ്യമായി അപൂർവ രോഗങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേരളത്തിൽ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ്. പിന്നെ പുതിയ എക്സൈസ് കമ്മീഷണർ സാംബോ ശിവറാവു. പിന്നെ പറഞ്ഞു ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ കേട്ടോ. സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓക്കെ. ചീഫ് വിപ്പ് ആരാണ് ചീഫ് വിപ്പ്? ഓക്കെ, ഒക്കെ നോക്കുക. ചീഫ് വിപ്പ് ആരാണ് എന്ന് നോക്കുക. ചെക്ക് ചെയ്യണോ? ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്യാം. ആരാണ് ചീഫ് വിപ്പ്? അങ്ങനെ എന്താ പറയാ, നമ്മളെ മൈൻഡിൽ കിട്ടണം. ഇതാണ് അപ്പു ജോൺ ജോസഫ്. ആണെന്ന് ചീഫ് വിപ്പ്. റെഡി? ഓക്കെ. ഇനി അടുത്തത് കേരളത്തിലെ റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി. ഒന്ന് നോക്കി നോക്കുക. ചീഫ് സെക്രട്ടറി 51 വിശ്വനാഥ് സിൻഹയാണ് കേട്ടോ. വിശ്വനാഥ് സിൻഹ. പിന്നെ ഇതാ വളരെ ഇമ്പോർട്ടൻറ്റ്, കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനാണ് KM കൗശികനാണ് കേട്ടോ. ഡോക്ടർ A കൗശികൻ. ഓക്കെ, ഇത് നോർമൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശേഷാദ്രി. ഇതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് എന്താ പറയാ, ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ A കൗശികൻ. കേരള സംസ്ഥാന വനം വകുപ്പ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നൽകുന്ന വനമിത്ര പുരസ്കാരത്തിന് അർഹനായത് ജി രാജമണിയാണ്. രാജമണി. ഓക്കെ. തകഴി സാഹിത്യ പുരസ്കാരം 2026 കേട്ടോ. തകഴി സാഹിത്യ പുരസ്കാരം 2026 സേതു കേട്ടോ. തകഴി സാഹിത്യ പുരസ്കാരം 2026 സേതു ആണ്. ഓക്കെ, ദേശാഭിമാനി ഒന്നും വേണ്ട. പിന്നെ കേരള
കലാസമിതിയുടെ കൈരളി കലാസമിതി സാഹിത്യ പുരസ്കാരത്തിന് സാഹിത്യ സാറാ ജോസഫ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. ഇവിടെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത് തകഴി സാഹിത്യ പുരസ്കാരമാണ്. ആരാണ് സേതു. പിന്നെ കേശവദേവ്, ഇത് ഇങ്ങനത്തെ PSC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. 22ാമത് കേശവദേവ് സാഹിത്യ പുരസ്കാരം സുഭാഷ് ചന്ദ്രൻ. കേശവദേവ് സുഭാഷ് ചന്ദ്രൻ. പിന്നെ അടുത്തിവിടെ പത്മഭൂഷൺ വാങ്ങിയത് മമ്മൂട്ടി. അത് നമ്മൾ ആ സെപ്പറേറ്റ് ടോപ്പിക് തന്നെ പറയും, മമ്മൂട്ടി കേട്ടോ, പത്മഭൂഷൺ. പിന്നെ ഇത് ആരോഗ്യം, അതായത് ബയോളജിയായി ബന്ധപ്പെട്ട. ഓക്കെ. കുടലിനെ ബാധിക്കുന്ന ബാക്ടീരിയ രോഗം ഷിഗല്ല കേട്ടോ. കുടലിനെയാണ് ബാധിക്കുന്നത്. എന്ത് രോഗമാണത്? ബാക്ടീരിയ ആണ് കേട്ടോ. ഷിഗല്ലോസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ മരണം സംഭവിച്ചത് കോഴിക്കോടാണ് കേട്ടോ. പിന്നെന്താ? ബാസിലറി ഡിസെൻട്രി എന്ന് അറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് വരാം. ദഹന പ്രക്രിയയെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഓക്കെ, ശരിക്കും മനസ്സിലാക്കുക. ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതിന്റെ പ്രവർത്തനം ഊർജിതമാക്കാൻ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ക്ലീൻ ഷോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷിഗല്ലയുമായി ബന്ധപ്പെട്ട. പിന്നെ പാരസിറ്റാമോള് സിറപ്പ്, ഇതൊക്കെ എന്താണ്, നിർബന്ധമായിട്ട് കുറിപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തിൽ എന്തായി ഭേദഗതി വരുത്തത്. ഷെഡ്യൂൾ K വിഭാഗം കേട്ടോ. ഷെഡ്യൂൾ K വിഭാഗം ജസ്റ്റ് ഓർത്ത് വെക്കുക. ടീ ബാഗ് ഉണ്ട് അല്ലെ, ആരോഗ്യകരമായ രാസവസ്തു അടിയാണ്. അതിന് വിലക്ക് ഏർപ്പെടുത്തി. അതാണ് എപ്പിക്ലോറോഹൈഡ്രിൻ രാസവസ്തുവാണ്. എപ്പിക്ലോറോഹൈഡ്രിൻ രാസവസ്തു ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ചിലപ്പോൾ ചോദിക്കാൻ, ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത 1%, ചോദിക്കാതിരിക്കാനുള്ള സാധ്യത 99%. ഇതിൽ കറണ്ട് അഫയേഴ്സ് അത് ഓർമ്മ ഉണ്ടായിരിക്കുക. ഓക്കെ. ഏറ്റവും ബുദ്ധിമുട്ടും കറണ്ട് അഫയേഴ്സ് പഠിക്കാനാണ്. നമ്മൾ പഠിക്കുന്നത് കാരണം നമുക്കൊരു ഐഡിയ കിട്ടൂല എത്ര പഠിച്ചാലും കേട്ടോ. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നോബൽ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്രോയുമായി ബന്ധപ്പെട്ട ISROയുമായി ബന്ധപ്പെട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മന്ത്രിസഭ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ തോന്നുന്നത് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നത് വളരെ എന്താക്കുക പഠിക്കുക. ഓക്കെ, അത് അത്രയേ ചെയ്യാൻ പറ്റൂ. ചിലപ്പോൾ ചോദിക്കണം എന്നില്ല, അതാണ്. കേരളത്തിലെ പകർച്ചവ്യാധി പ്രതിരോധത്തിന് ദീർഘകാല പദ്ധതി തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പ് രൂപവൽക്കരിച്ച ഉന്നത അധികാര സമിതി അധ്യക്ഷനായ WHO കൺസൾട്ടന്റ് ഡോക്ടർ എസ് ലാൽ. ഓക്കെ, ആരോഗ്യം സിലബസുമായി ബന്ധപ്പെട്ടതാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ മുരളീധരൻ പറഞ്ഞായിരുന്നു, ആരോഗ്യ മന്ത്രി. പകർച്ചവ്യാധി, അതുപോലെ കുടിവെള്ളം, ജയിലില് അതിന്റെ ഒരു സുരക്ഷ ഉറപ്പുവരുത്താൻ ഓപ്പറേഷൻ മൺസൂൺ. ഓക്കെ, കുടിവെള്ളത്തിലൊക്കെ. സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ കേരളത്തിന്റെ സ്ഥാനം 3 കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 1ാം സ്ഥാനം ആന്ധ്ര, 2ാം സ്ഥാനം മഹാരാഷ്ട്ര എന്തിന് മീൻ കയറ്റുമതി ചെയ്യുന്നത്. പിന്നെ യുവതലമുറയെ കൃഷിക്കായിട്ട് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക കതിര് കേട്ടോ. യുവതലമുറയെ കൊണ്ടുവരിക കതിര് കേട്ടോ. ഓക്കെ. നിശാശലഭ ക്യാമ്പസ് വിശേഷണ അർഹത നേടിയ കേരളത്തിലെ സർവകലാശാല ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ, കാലടി. ഓക്കെ. ഗവർണൻസ് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലഡ് ഹാക്ക്. ഓക്കെ. ട്രേസബിലിറ്റി ആൻഡ് സിറ്റിസൺ ഇന്ററാക്ഷൻ പോർട്ടൽ. ബ്ലഡ് ബാങ്ക് കേട്ടോ. ബ്ലഡ് ബാങ്ക് എന്ന പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ഏജൻസി കിഡിസ്ക്. ഓക്കെ, ഓർത്തു വെക്കുക. വേദിയായത് ജയ്പൂരാണ്. സമ്മാനം ചെയ്തത് കിഡിസ്ക് ആണ്. വേദിയായത് ജയ്പൂർ. പൊതുജന സമ്പർക്ക സംരംഭം കായകൽപ്പം കേട്ടോ. ആരോഗ്യ സേവനങ്ങൾ കേരള സംസ്ഥാനം അത് പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്നത് കായകൽപ്പം. കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായിട്ട് ലക്ഷ്യമാക്കുന്നത് 2050. ഓർത്തു വെക്കുക. റെഡി? ഇത് കണ്ടോ, ഇപ്പൊ തന്നെ ഒരുപാട് ഫാക്റ്റ് ആയില്ലേ, ഒരുപാട് ഫാക്റ്റ് ആയി. നമുക്ക് ഓർത്തു വെക്കല് വളരെ റിസ്ക് ആണ്. ഓക്കെ. ചെലവ് കുറഞ്ഞ ആഭ്യന്തര വിമാനങ്ങൾ, അതാണ് കേരളം. ഓക്കെ. പിന്നെ സലീം കുമാറിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം നേടിയത് ആദമിന്റെ മകൻ അബു 2010. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മികച്ച നടനുള്ള പുരസ്കാരം കിട്ടി 2010. സംസ്ഥാന പുരസ്കാരം അച്ഛനുറങ്ങാത്ത വീട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് അയാളും ഞാനും തമ്മിൽ 2013 ലഭിച്ചു.
ഓക്കെ. ആത്മകഥ. ഈശ്വര വായിക്കില്ലല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആത്മകഥ. ഓക്കെ, വായിക്കില്ലല്ലോ. പിന്നെ ജൂൺ മാസം വന്നിട്ട് പ്രശസ്ത കവി എസ് സി ശ്രീഹരി. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. വായന വികൃതി. സോ പിന്നെ ഇങ്ങനത്തെ ചോദ്യം പി എസ് സി എപ്പോഴും ചോദിക്കണം. 2026 ജൂൺ മാസം അന്തരിച്ച കേരളത്തിലെ ആദ്യ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ENT വിദഗ്ധൻ ഡോക്ടർ കെ ശശികുമാർ. ഓക്കെ. ദേശീയ വായനാ ദിനം ജൂൺ 19 കേട്ടോ. ജൂൺ 19. പിന്നെ ഒമാനുമായിട്ടുള്ള കരാറ് നിലവിൽ വന്നത് 2026 ജൂൺ 1 റെഡി. പിന്നെ ഇന്ത്യയും UK ജൂലൈ 15. ഇത് അറിയില്ല. ചിലപ്പോൾ ചോദിക്കുക, ചിലപ്പോൾ ചോദിക്കാതിരിക്കുക. ചോദിക്കാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. പക്ഷെ പറഞ്ഞതേ എവിടെയോ കണ്ട പോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. വായനാ ദിനം ഒന്ന് ഓർത്ത് വെച്ചേക്ക്, ജൂൺ 19. നിങ്ങൾ പഠിക്കുമ്പോൾ അത് ഇപ്പൊ ഈ കോക്ലിയർ എന്താണ്, ആരോഗ്യമായി ബന്ധപ്പെട്ടതാണ്, ബയോളജി ആയിട്ട്. ഓക്കെ, അങ്ങനെ റിലേറ്റഡ് ആയിരിക്കണം ക്വസ്റ്റ്യന്, എന്നാലേ നമുക്ക് എന്തുള്ളൂ കാര്യമുള്ളൂ കേട്ടോ. PSC അങ്ങനത്തെ സിലബസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ഇടുക. ഈ കടന്നലൊന്നും വേണ്ട കേട്ടോ. ഈ മിസൈൽ ഒന്നും അങ്ങനെ ചോദിച്ച് ഞാൻ കാണലില്ല. PSC പിന്നെ ഇതില് എന്തില് ഈ LDC പോലത്തെ എക്സാമിനൊന്നും. ഇനി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ നോക്കുക കേട്ടോ. എൻ്റെ ഒരു അറിവിലാണ്, ഞാൻ നോക്കുമ്പോൾ ഒന്നും അങ്ങനെ കാണലില്ല. ടെലിഗ്രാമിനാണ് ഈ എഴുത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഓക്കെ, ഓർത്ത് വെക്കുക. GI ടാഗ് ലഭിച്ചത് ഈ എഴുത്ത് പരമ്പരാഗത സംഗീതമാണ്. സരിന്ത, സരിന്ത കേട്ടോ. ഓക്കെ. നവരത്ന പദവി ലഭിച്ച 28ാമത്തെ പൊതുമേഖല സ്ഥാപനം അതാണ് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഓർത്ത് വെക്കുക, അത് എക്കണോമിക്സിൽ വരുന്നതാണ്. പിന്നെ നങ്കൂരമിട്ട ആദ്യത്തെ കപ്പൽ സാൻ ഫെർണാണ്ടോ, ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. 26 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്ത്യയിൽ 100ാമത്തെ റംസാർ സൈറ്റായി പ്രഖ്യാപിച്ചത് ചോദിക്കാം. ജയ്പ്രകാശ് നാരായണൻ, പക്ഷി സങ്കേതം. ഓക്കെ, ജയ്പ്രകാശ് നാരായണൻ, പക്ഷി സങ്കേതം, ഉത്തർപ്രദേശ്. ഓക്കെ. റെഡി. അപ്പോൾ 10 പേജ് ഇന്ന് അത്ര മതി കേട്ടോ. 10 പേജ്. അപ്പോൾ എന്താ പഠിച്ചത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് എന്താക്കുക, കാണുക, എന്നിട്ട് നോക്കുക കേട്ടോ. ഞാൻ ഇതൊന്നും കൂടി പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതാണോ സാൻ ഫ്രാൻസിസ്കോ നങ്കൂരം ഇട്ടത്, പിന്നെ ത്രിപുരയിലെ സംഗീത ഉപകരണത്തിന് സരിന്ത, ടെലിഗ്രാം എന്തായി ഒഴിവാക്കി. പിന്നെ എന്താണ്, പിന്നെ നമ്മൾ പറഞ്ഞു 2026 ജൂലൈ 15 UK സ്വാതന്ത്ര്യ കരാർ ഒപ്പിട്ടത്. പിന്നെ ഒമാന് സാമ്പത്തിക കരാറ് ജൂൺ 1. ഓക്കെ. വായനാ ദിനം ജൂൺ 19. വായനാ വികൃതി എഴുതിയതാരാണ്? ശ്രീഹരിയാണ്. ഓക്കെ. കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാൻ അത് നടത്തിയത് ശശികുമാർ. ഓക്കെ. അതിൽ എക്സ്പേർട്ട് ആണ് അദ്ദേഹം. ആദമിന്റെ മകൻ 2010 2006 എന്തായി സംസ്ഥാന ഇതിലും നേടി. ഓക്കെ. ഈശ്വര വായിക്കില്ലല്ലോ ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. കേരളം ആഭ്യന്തര വിമാനം. പിന്നെന്താ പറയുക, കാർബൺ ന്യൂട്രലായിട്ട് ലക്ഷ്യമിടുന്നത് 2050. കായകൽപ്പം എന്താണ്, ആരോഗ്യ സേവനങ്ങൾ കൊണ്ടുവരാൻ കേരള സംസ്ഥാനം നടത്തുന്ന ജനസമ്പർക്ക പരിപാടി കായകൽപ്പം. ഡിസ്ക് എന്താണ്? ഓക്കെ. ഗവേണൻസ് അവാർഡ് തരംകൊണ്ട ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി ആൻഡ് സിറ്റിസൺ ഇന്ററാക്ഷൻ പോർട്ടൽ നടപ്പിലാക്കിയ ഡിസ്ക് ആണ്. ചോദിക്കാൻ സാധ്യത കുറവാണ്. നിഷ ശലഭ ക്യാമ്പസ് ആരാണ്? കാലടി, സംസ്കൃത് കോളേജ് കാലടി. ഓക്കെ. സമുദ്രോൽപ്പന്നം 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശ് 1. ഓക്കെ, മറക്കണ്ട. 2 മഹാരാഷ്ട്ര. ആരോഗ്യമന്ത്രി മുരളി
കൺസൾട്ടന്റ് ദീർഘകാല പദ്ധതി എസ് ലാലാണ്. ഓക്കെ. പിന്നെ ഹൈഡ്രിൻ രാസവസ്തു, ഇതാണ് എന്ത് നമ്മളെ ടീ ബാഗിലുണ്ട് എന്ന് പറയുന്നത്. റെഡി. ഇത്തരം കാര്യങ്ങൾ എന്താക്കുക, നിങ്ങൾ നോക്കുക, ഇതിങ്ങനെ വായിച്ചു നോക്കണം കേട്ടോ, വായിച്ചു നോക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.